നമസ്കാരം. വാനപ്രസ്ഥം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത പരിസ്ഥിതി പ്രകൃതിജീവന ജൈവകൃഷി പ്രചാരകൻ ശ്രീ KV ദയാൽ സാറിൻ്റെ ആശയത്തിലും നിർദ്ദേശത്തിലും ജൈവകൃഷിയിലേർപ്പെട്ട വളരെയധികം കർഷകർ ഉണ്ട്. അവരിൽ പ്രധാനപ്പെട്ട ഒരാളെയാണ് നാം ഇന്ന് പരിചയപ്പെടുന്നത്. ചേർത്തലയിൽ തിരുവിഴ ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീ ജ്യോതിഷ്. അദ്ദേഹത്തിനൊപ്പം 10 കൂട്ടുകാരും ചേർന്ന് തിരുവിഴേശൻ എന്ന കൂട്ടായ്മയാണ് ജൈവകൃഷിയിൽ വിസ്മയം തീർക്കുന്നത്. ചേർത്തലയിൽ തരിശായി കിടക്കുന്ന പാടശേഖരങ്ങളാണ് ഇവർ കൃഷിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വെള്ളരി, മത്തൻ, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, തക്കാളി, വെണ്ട, പച്ചമുളക്, ചീര മുതലായ ഒട്ടുമിക്ക പച്ചക്കറികളും ഇവർ ജൈവകൃഷിയിലൂടെ വിളയിച്ചെടുക്കുന്നു. എൻ്റെ പേര് ജ്യോതിഷ്. ഞങ്ങൾ തിരുവിഴേശൻ എന്ന് പറയുന്ന ഉൽപ്പാദനക്കൂട്ടത്തിൻ്റെ കൃഷി സ്ഥലമാണ് ഇപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രഥമ ഉൽപ്പാദനക്കൂട്ടത്തിനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ഉൽപ്പാദനക്കൂട്ടമാണ്. ഇതിനകത്ത് 10 അംഗങ്ങളാണുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു 30 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി, പച്ചക്കറി കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. ഇതാണ് ഞങ്ങളുടെ ആക്ടിവിറ്റി. 10 പേരും പൂർണ്ണ കൃഷിക്കാരല്ല, 3 പേര് ഫുള്ളേ കൃഷിയിലും ബാക്കി സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. ചീര, വെണ്ട, കുക്കുംബർ, പടവളം, തണ്ണിമത്തൻ, പൊട്ടുവെള്ളരി, പയറ്, എല്ലാത്തരം സാധനങ്ങളും നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗ് ഇവിടെ വന്ന് ആൾക്കാർ മേടിക്കും. പിന്നെ എറണാകുളത്ത് മാർക്കറ്റിംഗ് കൊണ്ട് കുറേ ഹോൾസെയിൽ കടക്കാർക്ക് കൊണ്ടുപോകും. നമ്മൾ ഇവിടെ പൂർണ്ണമായിട്ടും ജൈവ രീതിയിലാണ് ഈ കൃഷികളെല്ലാം ചെയ്യണത്. ഒരുവിധ വിഷാംശങ്ങളും ഇവിടെ നമ്മൾ ഉപയോഗിക്കാറില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടുമില്ല. ചുരുമണലിൻ്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ എന്ത് വളമാണ് കൊടുക്കണം അതിനുള്ള തിരിച്ച് വളം കൊടുക്കണതനുസരിച്ച് മാത്രമേ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതാണ് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത. പിന്നെ വെള്ളം കൂടുതൽ വേണം. ഒരു ദിവസം പോലും നനക്കാതിരിക്കാൻ പറ്റിയില്ല, എല്ലാ ദിവസവും നനക്കണം. അത് തന്നെയാണ് ഈ മണ്ണിൻ്റെ പ്രത്യേകത. പക്ഷേ സാധനത്തിന് മറ്റുള്ളവരുടേക്കാൾ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. കീടങ്ങളുടെയൊക്കെ ഉപദ്രവമുണ്ട്. നമ്മളതിന് ഓർഗാനിക്കായിട്ടുള്ള മരുന്നുകളാണ് എല്ലാം ഉപയോഗിക്കുന്നത്.
പിന്നെ ഇവിടെ പ്രധാനമായിട്ട് തത്തശല്യം കൂടുതലാണ്. തത്തയാണ് പ്രധാന ശല്യക്കാരൻ. പിന്നെ ഈ നമ്മൾ വിത്തുകൾ നടുമ്പോൾ ഈ മാടത്ത അല്ലെങ്കിൽ കിളികൾ ഈ വിത്തുകൾ കിളുത്ത് വരാൻ നേരത്ത് കുത്തി പൊക്കിക്കളയണ സ്ഥിതിയുണ്ട്. അല്ലാതെ വേറെ പിന്നെ ഒച്ച ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല. ഇത് തിരുവിഴ ദേവസ്വത്തിൻ്റെ 15 ഏക്കർ സ്ഥലമാണ്. പിന്നെ ചേർത്തല തെക്ക് പഞ്ചായത്ത്, ചേർത്തല തെക്ക് കൃഷിഭവൻ, ഇതുകൂടാതെ സഹകരണ ബാങ്ക്, പിന്നെ ഇവിടുത്തെ ഫെഡറൽ ബാങ്ക്, ഇവരാണ് നമ്മളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം വിഷമില്ലാത്ത ആഹാരം കൊടുക്കുക, സമൂഹത്തിൽ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. അതിൽ മുഖ്യ പങ്ക് ഇപ്പോൾ നമ്മുടെ ഓർഗാനിക് കൃഷിയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ദയാൽ സാറാണ്. സാറും നമ്മളിവിടെ ഒരു നിത്യ സന്ദർശകനാണ്. സാറിൻ്റെ നിർദ്ദേശങ്ങളും സാധനങ്ങളും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. അതേപോലെ ഓർഗാനിക്കായിട്ടുള്ള എല്ലാവരുടെയും അറിവുകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് പ്രധാന ആള് സാറ് തന്നെ, ദയാൽ സാറ് തന്നെ. നമസ്കാരം, എൻ്റെ പേര് ദിവ്യ ജ്യോതിഷ്. ഞാൻ 2014-15 സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. യുവകർഷകർക്കുള്ള അവാർഡ് വാങ്ങിച്ചൊരു വ്യക്തിയാണ്. 10-16 വർഷമായി കൃഷി മേഖലയിൽ പൂർണ്ണമായിട്ടും ജൈവ കൃഷിയാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ബാച്ചിൽ MG യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിൻ്റെ കോഴ്സ് ചെയ്തു. 6 മാസത്തെ കോഴ്സ് ചെയ്തു. അതൊക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും ജൈവ കൃഷി തന്നെയാണ് ചെയ്യുന്നത്. കാര്യം ഇത്രയും വർഷക്കാലമായിട്ടും നമ്മൾ ഒരു തരത്തിലും മറ്റുള്ള രീതിയിലേക്ക് പോകാതെ തന്നെ, കാര്യം വലിയ രീതിയിൽ നമുക്ക് ഇതിൽ നിന്ന് വലിയ എമൗണ്ട് കിട്ടിയ വലിയ രീതിയിൽ ലാഭം ഉണ്ടാക്കി അതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും നല്ല ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മളുണ്ടാക്കുന്ന സാധനത്തിന് നമുക്ക് വിൽക്കാനായിട്ട് നമുക്കൊരു ഷോപ്പുണ്ട്. കണിച്ചോളങ്കര ജംഗ്ഷൻ സമീപം ഒരു ഷോപ്പുണ്ട്. പിന്നെ ഈ പറയും പോലെ തിരുരേശം ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ ഡെയിലി വന്ന് പച്ചക്കറി എടുക്കുന്നതിനും വിപണിയിൽ കൊണ്ട് കൊടുക്കുന്നതിനുമൊക്കെ എല്ലാ തരത്തിലും ഒരു സഹായമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതുകൂടാതെ തന്നെ എനിക്കൊരു 1.5 ഏക്കർ സ്വന്തം ഫ്ലോട്ടുണ്ട്. അവിടെ തണ്ണിമത്തനും പൊട്ടുവളരി അവിടെ ഉണ്ട്. അവിടെ ചെറിയ രീതിയിൽ തുടങ്ങിയതേ ഉള്ളൂ. അപ്പം കായ എടുക്കാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതുകൂടാതെ തന്നെ പിന്നെ കടയുടെ പുറകിൽ ഒരു 1.5 ഏക്കർ സ്ഥലമുണ്ട്. അതിപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇപ്പോൾ സീസണാണ്. സീസണിൽ എല്ലാവർക്കും പച്ചക്കറി ഉണ്ടാവും. ഓഫ് സീസണിൽ സാധനം ഉണ്ടാകത്തില്ല. അത് കണക്കാക്കി എനിക്ക് കടയിലേക്ക് ആവശ്യമുള്ള സാധനത്തിന് വേണ്ടിയാണ് ആ ഒരു ഫ്ലോട്ട് ഇപ്പോൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നത്, ആ ഫ്ലോട്ടിലെ വർക്ക്. അപ്പോൾ അടുത്ത മാസം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി അവിടെ തുടങ്ങും. ഇത്രയാണ് നാം ചെയ്യുന്ന കൃഷി രീതി. പിന്നെ നമ്മുടെ ദയാൽ സാറിൻ്റെ കാര്യമല്ല, സാറുമായിട്ട് പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ 10 വർഷത്തിന് മേലായി. അന്ന് ഈ പറയും പോലെ ഞങ്ങൾ ജൈവകൃഷി ചെയ്ത ഒരവസരത്തിൽ നമ്മുടെ പച്ചക്കറി കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഉൽപ്പാദനം കൂടുതലാണ്, പക്ഷേ അതിനുള്ള വിപണനം നടക്കാത്തൊരവസ്ഥയിൽ ദയാൽ സാറാണ് അന്ന് വലിയൊരു കൈത്താങ്ങായിട്ട് നമ്മളെ സഹായിച്ചത്. അതിൽ വളരെയധികം നന്ദിയുണ്ട്. സാറിൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ളൊരു നന്ദിയാണ്. കാരണം പിന്നെ ആലപ്പുഴ ബീച്ചിലൊക്കെ കൊണ്ടുപോയിട്ട് വിൽക്കാതെ ദയാൽ സാറിൻ്റെ വീട്ടിൽ രാത്രി കൊണ്ടുവന്ന ഒരവസരമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ സാറ് മുൻകൈ എടുത്ത് എറണാകുളത്തേക്ക് ഒരു മാർക്കറ്റ് കണ്ടെത്തി എറണാകുളത്ത് കൊണ്ടുപോയി ആഴ്ചയിൽ 3 ദിവസം നമ്മുടെ സാധനം കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാനും അതിന് വളരെ ആത്മാർത്ഥമായിട്ട് സാറിൻ്റെ ഒരു സഹകരണം അതന്നും ഇന്നും അതുണ്ട്. ഇന്നും എന്ത് കാര്യം ചെന്ന് പറഞ്ഞാലും ശരി, അത് നല്ല മനസ്സോടുകൂടി തന്നെ നമ്മളെ സഹായിക്കാനുള്ള സാറ് മുന്നോട്ട് വരും. ഇപ്പം തന്നെ ഇവിടെ 2-3 വർഷത്തോളമായി ഒരു ഫ്ലോട്ട് കൃഷി തുടങ്ങിയിട്ട്. അത് ആദ്യ അവസരത്തിലൊക്കെ ആണെങ്കിൽ സാറ് മിക്ക ദിവസവും ഇവിടെ ഉണ്ടാവും. പിന്നെ ഞാനും ചിലപ്പം എനിക്കൊരു നിർദ്ദേശമോ എന്തെങ്കിലും ഉപദേശമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ അടുക്കൽ ചെല്ലാറുണ്ട്. സാർ അത് വേണ്ട വിധത്തിൽ തന്നെ ഒരു രക്ഷകർത്താവെന്ന നിലയിൽ തന്നെ കൃഷിയുടെ കാര്യത്തിൽ നമ്മളെല്ലാ കാര്യത്തിലും നല്ലൊരു ഉപദേശം തന്ന് നമ്മളെ സഹായിക്കാറുണ്ട്.
ഇവിടെ എന്ന് വെച്ചാൽ എല്ലാവരും മറ്റേ വിഷമടിച്ചുള്ള പച്ചക്കറിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനറേഷൻ ഗ്രൂപ്പിനും ഇപ്പൊ എന്റെ സ്വന്തമായിട്ടുള്ള ഇതിലും നമ്മൾ ഒരു സാധനം നമ്മൾ വേറെ ഒരു അടിക്കത്തില്ല. ഫുൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള ജൈവ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. പക്ഷെ ഒത്തിരി ലാഭമൊന്നുമില്ല. നമുക്ക് കൃഷി ചെയ്ത് ഇതിനുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. കൃഷി ചെയ്ത് നമ്മുടെ കാര്യങ്ങളങ്ങ് നീക്കാമെന്ന് മാത്രമല്ല. പക്ഷെ എന്നാലും വലിയ രീതിയിലുള്ള ഒരു ലാഭമോ ഇതൊന്നുമില്ല. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഒരു സർക്കിൾ പോലെ തന്നെ കൃഷി ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നല്ല പച്ചക്കറി നമ്മുടെ വന്ന് വാങ്ങിക്കുന്നവർക്ക് നമുക്ക് ഉറപ്പോടുകൂടി ഒരു സാധനം നമ്മൾ കൊടുക്കണ്ടേ. അത് പൂർണ്ണമായിട്ടും നമ്മൾ വിശ്വസിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അതിൽ നമുക്ക് പൂർണ്ണ ആത്മാർത്ഥതയോടെ നമുക്ക് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതി തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഒത്തിരി മരുന്ന് കഴിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പച്ചക്കറി വാങ്ങുന്നുണ്ട്. കാര്യം അവർ അത്രയും വിശ്വാസത്തോടു കൂടിയല്ലേ നമ്മളിൽ നിന്ന് സാധനം വാങ്ങുന്നത്. ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ സാധനം ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനിയും വരുന്ന കാലങ്ങളിലും ഇതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് ആഗ്രഹം. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഈ മാരകമായിട്ടുള്ള വിഷമൊക്കെ അടിച്ച് കഴിയുമ്പോഴും ചില വലിയ രീതിയിൽ നിരന്തരം നമ്മൾ ഒരു പ്രദേശം എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻ്റിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ ഷുഗറും പ്രഷറും ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. അപ്പം നമ്മുടെ ആഹാര രീതി റെഡിയാകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു തലമുറ മുന്നോട്ട് വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ എല്ലാവരും കാര്യം നമ്മളെടുക്കുന്ന ശ്വാസവും നമ്മളെടുക്കുന്ന ആഹാരവും ശുദ്ധമായാൽ മാത്രമേ നല്ലൊരു ജീവിതം നല്ല ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം ദയാൽ സാറിൻ്റെ വാനപ്രസ്ഥം കോഴ്സിലൊക്കെ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് നല്ലപോലെ പ്രതിപാദിക്കുന്നുണ്ട്. എനിക്ക് ആ കോഴ്സ് കൂടി അറ്റൻഡ് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ സമയം പറ്റാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ഞാൻ അടുത്ത ഒരു വാനപ്രസ്ഥം കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എല്ലാം സാറിൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ തന്നെയാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ സാറിൻ്റെ ക്ലാസ് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. പല കാര്യങ്ങളും ഷുഗർ ആയാലും പ്രഷർ ഉണ്ടായാലും എന്ത് രോഗത്തിനും അത് പ്രകൃതിയിൽ നിന്ന് തന്നെ അതിനുള്ളൊരു മരുന്നുണ്ട്. സാറ് തീർച്ചയായിട്ടും സാറത് പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെയാണെന്ന് വെച്ചാൽ പിന്നെ ഈ പറയുമ്പോൾ ഓർഗാനിക് ഫാമിൻ്റെ MG യൂണിവേഴ്സിറ്റിയിലെ കോഴ്സും അതിൽ ഫുൾ ചുക്കാൻ പിടിക്കുന്ന സാറ് തന്നെയാണ്. അതിൽ സാറിന് വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കണം. കാര്യം ഇത്രയും പ്രായത്തിൽ ഇത്രയും വേറെ ഒരു അധ്യാപകർ പോലും അത്രയും ചുറുചുറുക്കോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അത്രയും മണിക്കൂർ നിന്ന് ക്ലാസ് എടുക്കുന്നത് വെച്ചാൽ നിസ്സാര കാര്യമല്ല. എന്ത് ചോദിച്ചാലും അതിലൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിൽ ഫുൾ എനർജിയിൽ നിന്ന് തന്നെയാണ് സാർ ആ കാര്യം പറഞ്ഞു തരുന്നതും ആ ക്ലാസ് നയിച്ചുകൊണ്ട് പോകുന്നു, മറ്റുള്ള അധ്യാപകരെയൊക്കെ നയിച്ചുകൊണ്ട് പോകുന്നു. അതിലൊക്കെ തന്നെ സാറിനെ നമിച്ചേ പറ്റുള്ളൂ.